മീൻ വറുത്തത് ഒന്നാം തരം. തങ്കമ്മ വറുത്തതായിരിക്കും. അതിനെതിരി പുളിക്കും. ഇതുപോലെ മീൻ വറുത്തെടുക്കണെങ്കിലേ അവളിന് 7 ജന്മം ജനിക്കണം. എന്റെ പെമ്പറന്നുള്ള കൈകൊണ്ട് എന്തു വെച്ചാലും അതിന് ബഹുരുചിയാ. അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. നീ ചെന്നേ ആ മീൻകറി ഇങ്ങ് എടുത്തോണ്ട് വാ. പാവമാ, പക്ഷേ എങ്കിൽ മഹാമൂശേട്ടിയാ. നീ ഇത്തിരി ഒഴിച്ചു കൊടുത്തില്ലയോ? അതിന് സന്തോഷ. പിന്നെ ശരിക്ക് തീറ്റി തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷ. തിന്നിട്ട് വരടാ കൊഞ്ഞ. പോരാ കൊത്തൂതി കൊട്ടൂടി അണ്ണാന്നിട മരപ്പെട്ടി. പോട്ടക്ക, അവൻ അറിവില്ലാത്തവനല്ലയോ? നീ അതില്ലാത്ത. അക്ക വല്ലതും കഴിക്ക്, വയറ് കത്തത്തില്ലയോ? മറ്റവൻ ശകലം ചെന്നിട്ടുണ്ട് അകത്ത്. എന്റെ മോള് വന്നാലേ ഞാൻ വലുതും കഴിക്കും. അവളില്ലെങ്കിൽ എനിക്ക് തിന്നാൽ ഇറങ്ങത്തില്ല. ഒന്നുകൂടെ ഒഴിക്കട്ടോ അക്ക, ശരീരത്തിന് നല്ലതാ. എന്നാലും അക്ക കൂടി കൊഞ്ച എഞ്ചിരി. തങ്കമ്മ എവിടെയാക്ക? അങ്ങനെട്ടോ അങ്ങനെ കേറി കാണും. ഇപ്പൊ വരും. നീ വിളിച്ച് അടിക്കും മോനെ. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. വെള്ളം കൈയൊന്ന് എഴുതട്ടെ. അല്ല, ചേട്ടൻ നിർത്തിയോ? ഞാൻ നിർത്തി. നീ എന്താ പോന്നോ? അവിടെ മീൻ വെക്കുന്നതിന്റെ മറക്കുന്നതിന്റെ ബഹള. അതിനിടയിൽ ഞാനിങ്ങോടി പോന്നു. അമ്മ വിളമ്പിത്തരുന്ന ഈ ചോറ എനിക്ക് ലോകത്തിലേക്കും വെച്ച് വലുത്. അല്ലെങ്കിൽ നീ എന്റെ മോളല്ലേ? അതെ അതെ, പൊന്നാര മോള്. നീ എന്താടാ കള്ളന്മാരെ പോലെ പമ്മി പമ്മി? ഞാൻ കള്ളായതുകൊണ്ട്. അമ്മ ഗുഡ് നൈറ്റ്. പോട്ടെ. ഗുഡ് നൈറ്റ്. ഞാൻ കോരിത്തരാം. വേണ്ട. പിന്നെ ഞാൻ ഇന്നിവിടെ കിടക്കുന്നത്. തങ്കമ്മയുടെ അമ്മ പറഞ്ഞു എന്നോട് കിടന്നോളാൻ. തങ്കമ്മയ്ക്ക് ഇഷ്ടമാണോ? പിന്നൊരു കാര്യം, ഞാൻ എന്തിനാ വെറുതെ ഇവിടെ കിടക്കുന്നത്? രാത്രിയിലേ എല്ലാരും ഉറയും കഴിയുമ്പോ ഏതാ എന്റെ തങ്കമ്മയ്ക്ക് വേണ്ടിയല്ലയോ ഞാനിവിടെ കിടക്കുന്നത്? ഏതാ? തന്റെ വാക്ക് കേട്ടാ ഞാൻ പോയി തല്ലുകൊണ്ടത്. തല്ല് വരാൻ വഴി കാണുന്നില്ലല്ലോ. നമുക്കൊന്നുകൂടി കവടെ നിരത്തി നോക്കാം. തനിക്കിത് നിരത്തിയാ മതി. കാരണം പൊട്ടത് എന്റെയാ. എന്തൊരു കരുത്താ കാളിക്ക്. കാളിക്ക് പിന്നെ കരുത്ത് കുറയുമോ? കാളി ദേവിയല്ലേ, ശക്തി, ശക്തി സ്വരൂപിണി, മഹിഷാസുര മർദ്ദിനി. താൻ പോണോന്ന് പാടില്ല. കോപിക്കാതിരി. ഞാൻ പിന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ. അല്പം കൂടി സംയമനം പാലിക്കു ബാല.
ലഗ്നാധിപനായ വ്യാഴനിൽ ശനിയുടെ എനിക്ക് അപഹാരം. എന്റെ പ്രസംഗമൊന്നും കേൾക്കണ്ട. തന്നെ കൊണ്ടുള്ള നടക്കുവോ അത് പറ. സംശയമുണ്ടോ? നമ്മെ കൊണ്ട് സാധ്യമല്ലാത്തതായി ഈ പറങ്കുമലയിൽ ഒന്നുമില്ല. ഇല്ല, ഇല്ല തന്നെ. പക്ഷേ ഇതിന് കടന്ന കൈയാണ്. വശീകരണ മന്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും. സംഭവം ഗുരുതരമാണ്. ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരുന്നാലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതും എന്റെ ഒരു ഇഷ്ട തോളിന് വേണ്ടി. ഇത് കണ്ടോ, ഇതാണ് ഏലസ് അഥവാ തകിട്. വശീകരണ മന്ത്രം ജപിച്ച് ഞാനിത് നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഇതൊരു അപൂർവ വസ്തുവാണ്. ഇത് നമ്മുടെ മനസ്സിലുള്ള സ്ത്രീയുടെ ശരീരത്തെ സ്പർശിച്ച് കിടന്നാൽ ആ സ്ത്രീ മണിക്കൂറുകൾക്കകം കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇരുമ്പ് കമ്പി പോലെ നമ്മുടെ സൗധത്തിലേക്ക് ഓടിയെത്തും. നേരോ? ശാസ്ത്രം അസത്യം പറയാറില്ല. ഈ ചരട്, ഈ തകിട് അവളുടെ അരക്കെട്ടിൽ കൊണ്ടുപോയി കെട്ടണം. ഏടോ മണ്ടങ്കണിയാനെ, അവിടം വരെ എത്താങ്കി പിന്നെ ഞാനെന്താ ഏലസ് കേട്ടാ നടക്കുന്നേ? കെട്ടുകയല്ല, കെട്ടിക്കണം. ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ആ തള്ളയെ കയ്യിലെടുക്കാമോ? അത് നേരാ. എന്താ കുട്ടുടി ഇത്? ഇതൊരു ഉഗ്രം സാധനമാണ്. ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഇതിൽ കവിഞ്ഞൊരു സാധനമില്ല. ഇത് വീട്ടിലെ മൂത്ത സന്തതി കെട്ടണം എന്നാണ് ശാസ്ത്രം. എങ്കിൽ കുടുംബത്തിന് മുഴുവൻ ശ്രേയസ്, സന്തോഷം. എന്റെ അക്ക ഒന്നും പറയണ്ട. ഒരു വലിയ ദിവ്യന്റെ അടുത്ത് നിന്ന് ഒരുപാട് ചെലവ് ചെയ്ത് ഉണ്ടാക്കിച്ചിട്ട സാധനമാണ്. കളയരുത്. ഇല്ല കുട്ടുടി, ഞാൻ കളയത്തില്ല. സൂക്ഷിച്ചു വെച്ചേക്കാം. സൂക്ഷിച്ചു വെച്ചിരുന്നാ പോരാ. ഇത് ജപിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ കെട്ടണമെന്നാണ് ദിവ്യം പറഞ്ഞിരിക്കുന്നത്. എങ്കിലേ ഫലം ഉണ്ടാവും. അതുകൊണ്ട് ഉടൻ തന്നെ ഇത് തങ്കയുടെ അരയെ കെട്ടണം. ശരി. പറഞ്ഞു വലത്തെ അവരെ മനസ്സിൽ ധ്യാനിച്ച് 2 കൈയും നീട്ടി ഇതങ്ങ് വാങ്ങിച്ചാട്ടെ. അല്ലമ്മേ, ഞാൻ ചോദിക്കുന്നത് അപ്പ കുഞ്ഞെന്തിനാ അവളുടെ കൂടെ നടക്കുന്നത്? ഈ തങ്കൊക്കെ എന്നെ ഏതാന്ന് അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. അങ്ങനൊന്നുമില്ലടി നാണി, അവർ കൊച്ചിലെ അടിച്ചു കളിച്ചു വളർന്ന പിള്ളേരല്ലേ. പക്ഷേങ്കില് നാട്ടുകാര് പൂച്ചം പറയുന്നുണ്ട്. എന്തിനാ പറയിപ്പിക്കുന്നേ? മുളയിലേക്ക് ഇള്ളുന്നതല്ലേ നല്ലത്. നീ ഇത് കേൾക്കുന്നുണ്ടോ രുക്മിണി? എനിക്ക് ചിരിയാ വരുന്നത്. നാണിപ്പണിച്ചിട്ട് പറയുന്നതിലും ഇത്തിരി കാര്യമുണ്ടെന്നാണ് അമ്മേ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു വിട് കുഞ്ഞെ. എന്ന് വെച്ച് മറ്റൊന്നുമല്ല, ഒന്ന് ശ്രദ്ധിക്കണം, അത്ര തന്നെ. അത് തന്നെ. കാര്യം എന്തുവാ? വല്ല വശക്കേടായി പോയാലേ മാനം പോകുന്ന ആരുടെയാ? ഞാൻ പോട്ടെ, ചിരി ദുരിശുണ്ട്. ഇനി ചന്തയിൽ ചെന്നാ മീൻ വല്ലതും കിട്ടുമോ എന്തോ.